ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല മാറ്റങ്ങളും എങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസിനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലാണ്, അയാൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകുന്ന പല മാറ്റങ്ങളും അയാളുടെ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാൾ പോളിസി എടുത്തു, കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾ വിവാഹിതനാകുന്നു എങ്കിൽ തീർച്ചയായും അയാളുടെ ലൈഫ് പാർട്ട്ണറെ ഹെൽത്ത് ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അത് പുതുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഇത്ര സമയത്തിന് ഒരു പീരീഡിനുള്ളിൽ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ച് അതേ പോളിസിയിൽ അവരെ കൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് ഒരു കുഞ്ഞിന്റെ ജനനം വന്നാൽ ആ കുഞ്ഞ് ജനിച്ച് 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ ഹെൽത്തിന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുട്ടിയെ കൂടെ നമ്മുടെ പോളിസിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ ഈ പ്രഗ്നൻസി ഒക്കെ കിട്ടുന്ന ആ ഒരു ഡെലിവറി എക്സ്പെൻസ് ഒക്കെ കിട്ടുന്ന ഒരു പോളിസി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കുഞ്ഞിന് ആ ഒരു പോളിസി പീരീഡിലേക്ക് എത്ര കാലയളവ് ഉണ്ടോ ആ പോളിസി പീരീഡ് തീരാൻ അതുവരെയുള്ള കവറേജ് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാറുണ്ട് ചില പോളിസികൾ. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളൊരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ തന്നെ അതിന്റെ ഹെൽത്ത് കവറേജിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇൻഷുറൻസ് പ്രൊവൈഡറുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കൂടെ ആ കുട്ടിയെ കൂടെ അതിനകത്തേക്ക് നമ്മുടെ പോളിസിയിൽ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മളുടെ ജോലിയിൽ മാറ്റം വന്നാൽ, ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ എടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് ഒരു പക്ഷേ അവിടുത്തെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയിരിക്കും. നമ്മൾ അവിടെ നിന്ന് ജോലി മാറുമ്പോൾ ആ ഇൻഷുറൻസ് നമുക്ക് പിന്നീട് ലഭിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പുതിയ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പോളിസിയുടെ ഒരു പീരീഡ് വരെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനുള്ളിൽ തന്നെ നമ്മൾ പുതിയ പോളിസി അല്ലെങ്കിൽ പുതിയ കമ്പനിയിലെ ഗ്രൂപ്പ് പോളിസിയിൽ നമ്മൾ ആഡ് ആവേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഇപ്പം ഒരു വിവാഹം കഴിച്ചാൽ എന്താന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പ്രധാനമാണ്. ഒരു ഡൈവോഴ്സ് കേസ് വന്നു കഴിഞ്ഞാൽ ഡൈവോഴ്സ് ആണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ജീവിത പങ്കാളിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. ആ ജീവിത പങ്കാളി ഡൈവോഴ്സ് ആയ ആ ഒരു ആളെ എക്സ് പാർട്ട്ണറെ നമ്മൾ അതിൽ നിന്നും മാറ്റേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ്. നമ്മൾ ചിലപ്പോൾ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന രീതിയിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവാം. നമ്മൾ അവിടെ നിന്ന് റിട്ടയർഡ് ആവുന്നതോടുകൂടി നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അവിടെ വെച്ച് കട്ടാവുകയാണ്. പിന്നീട് നമുക്ക് ഹെൽത്ത് കെയർ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ റിട്ടയർഡ് ആവാറാകുമ്പോഴത്തേക്കും നമ്മൾ പുതിയ ഒരു പ്രൊവൈഡർ കണ്ടെത്തി അല്ലെങ്കിൽ പുതിയൊരു ഇൻഷുറൻസ് കമ്പനിയായി ഒരു പുതിയ പോളിസി നമ്മൾ നമ്മുടെ പേരിൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കേണ്ട രണ്ട് കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതും ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് പോളിസി എടുക്കുക എന്നുള്ളതും. ഇത് രണ്ടും നമ്മൾ റിട്ടയർമെന്റ് പ്ലാനിങ് അത് രണ്ടും നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റിട്ടയർഡ് ആവുമ്പോഴത്തേക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ പുതിയതായിട്ട് എടുത്തിരിക്കണം. എന്നാലാണ് നമുക്ക് പിന്നീടുള്ള കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഹെൽത്ത് കെയർ കിട്ടുകയുള്ളൂ. ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയർ ആവശ്യമായിട്ട് വരുന്നതും നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിലായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.